ദളിതനായതുകൊണ്ടും ജനകീയ കലാകാരനായതുകൊണ്ടും കറുത്തവനായതുകൊണ്ടും ഒരു കലാകാരനെ വേട്ടയാടുന്ന സംഭവം തന്നെയാണ് വനം വകുപ്പിൻ്റെ നടപടികളിൽ പ്രതിഫലിക്കുന്നത്. മോഹൻലാൽ എന്ന കലാകാരനും സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിക്കും ഒക്കെ നൽകുന്ന പരിരക്ഷ എന്തുകൊണ്ടാണ് ജനകീയ കലാകാരനായ ദളിത് കലാകാരനായ വേടൻ എന്ന കലാകാരന് ലഭിക്കാതെ പോകുന്നത്? അപ്പോൾ വർണ്ണവ്യത്യാസവും വംശീയ നിലപാടും തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് വേണം കരുതാൻ. ലഹരിക്കെതിരെയുള്ള പ്രചരണം തന്നെ തൻ്റെ കലാപരിപാടികൾക്കിടയിൽ, തൻ്റെ പാട്ടുകൾക്കിടയിൽ പലപ്പോഴും ആവർത്തിക്കുന്ന ഈ കലാകാരനെ അഭിനന്ദിക്കുന്നതിന് പകരം അദ്ദേഹത്തെ അഴികൾക്കുള്ളിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലും നീതീകരിക്കാവുന്നതല്ല. ലഹരിക്കെതിരെയുള്ള എക്സൈസിൻ്റെയും പോലീസിൻ്റെയും വനം വകുപ്പിൻ്റെയും എല്ലാം വേട്ടയാടൽ ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. സമൂഹം ആദരിക്കുന്ന പ്രസിദ്ധരായ ആളുകളെ ലഹരിയുടെ പേരിൽ ഇത്തരത്തിൽ വേട്ടയാടുന്നത് സർക്കാർ നടപടികൾക്ക് തിരിച്ചടിയായി മാറുമെന്ന തിരിച്ചറിവ് തീർച്ചയായും വനം വകുപ്പിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും വേണ്ടതാണ്.